ട്രോഫികളാണ് ഈ ടൂർണമെന്റ് അറിയപ്പെട്ടത്. പിന്നീട് നെഹ്റുവിന്റെ കാലശേഷമാണ് നെഹ്റു ട്രോഫി എന്ന പേരിൽ ഇന്നിപ്പോൾ കേരള ടൂറിസത്തിന് ആലപ്പുഴയിലെ കായൽ ടൂറിസത്തിന് പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു അഭിമാനമായി മാറിയിരിക്കുന്ന ഒരു ജലകായിക ഇവന്റായി നെഹ്റു ട്രോഫി ജലോത്സവത്തിനോടൊപ്പം തന്നെ മാറി. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ഇടപെട്ടിട്ടുള്ള ഒരു ജലകായിക കൂടിയാണ് നെഹ്റു ട്രോഫി ജലോത്സവം. ഒരേ സമയം 100ലധികം തുഴച്ചിൽക്കാരാണ് ഒരു ചുണ്ടൻകുളത്തിൽ മാത്രം മത്സരിക്കുന്നത്. അങ്ങനെ 20ഓളം ചുണ്ടൻകുളങ്ങളിലായി തുടങ്ങിയ പേരുകളൊക്കെ അറിയാനുള്ള ചെറുപട്ടണത്തിലൊക്കെയായി 4000-ലധികം ജലകായിക താരങ്ങൾ ഒരേ സമയം ജലത്തിൽ വെച്ചേറ്റുകൊണ്ടുന്ന ലോകത്തിലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായി ജലകായികമുള്ള നെഹ്റു ട്രോഫി ജലോത്സവം നടക്കുന്നത് പുന്നമടക്കായ വള്ളംകളി നടക്കുന്ന റൈസിംഗ് ട്രാക്കിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ദേശീയ ക്യാമ്പിനാണ് ഇപ്പോൾ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ചുവപ്പ് നിറത്തിൽ ഈ പുന്നമടക്കായ ഫുട്ബോൾ നടപ്പാലം ചുവപ്പ് നിറത്തിൽ കാണുവാനാണ്. അതിനടിയിൽ നിന്നുമാണ്